ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് വ്ളോഗൊക്കെ ചെയ്തിട്ട് കുറച്ച് എന്താണ് കാറ്റ് വീശിക്കൊണ്ട് പോയിട്ടില്ല, ഉച്ചവരെ പോയിട്ടില്ല. വരി ബാ. അപ്പോൾ നമ്മൾ വ്ളോഗെല്ലാം ചെയ്തിട്ട് കുറച്ചായിട്ടാണ്, കാരണം കുറച്ചല്ല 4 ദിവസമാണ് ലാസ്റ്റ് വ്ളോഗ് ഇട്ടിട്ട്. അപ്പോൾ എന്നാലും ലേറ്റ് ആയ പോലെ തോന്നി. 1-2 തിരക്കുകളിൽ ഇനി ആപ്പാൻ്റെ കുട്ടീൻ്റെ കല്യാണം ഇനി അന്ന് ഞങ്ങൾ വ്ളോഗ് എടുക്കണം വിചാരിച്ച്. പക്ഷേങ്കിൽ അറിയാലോ, ഒരു ഉത്തരവാദിത്തമുള്ള ആങ്ങളെന്ന നിലയിൽ എനിക്ക് എല്ലായിടത്തും എത്തിച്ചേരേണ്ടത് കൊണ്ട്, എല്ലായിടത്തും എത്തിപ്പെടേണ്ടത് കൊണ്ട് അന്ന് വ്ളോഗ് എടുക്കാനുള്ള നേരം കൂടി എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഈ തണുത്ത മഴയത്തും വീശുന്ന കാറ്റിലും ഈ ഒരു കാലാവസ്ഥയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ ആഴ്ചമത്തനെ ക്ഷണിക്കുന്നു. ഈ ഈ ഒരു കാലാവസ്ഥ ആഴ്ചമത്ത പണ്ടൊക്കെ ഈ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? ഈ മഴയൊക്കെ പെയ്തപ്പോൾ ആകെ കാലാവസ്ഥ ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടാവും. പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. പണ്ടും ഇങ്ങനെ മഴ പെയ്തു. പിന്നല്ലാതെ മഴ പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. അപ്പം ഈ പണ്ടത്തെ മഴയാണോ ആഴ്ചമത്ത കൂടുതൽ എൻജോയ് ചെയ്യണത്, ഇപ്പോഴത്തെ മഴയാണോ? അങ്ങനെയൊന്നുമില്ല, മഴ തന്നെ ആയിട്ട് നിൽക്കുന്നുണ്ട്. മഴയായിട്ട് നമ്മൾ എൻജോയ് ചെയ്യും. മഴ നമ്മൾ മഴയായിട്ട് കാണാൻ ശ്രമിക്കുക. അതന്നെ. ഓക്കെ. അന്ന് ഇത്ര കാറ്റടിച്ചു. ഇപ്പൊ കുറച്ചേരം മുന്നേ ഭയങ്കര എന്തിലേറെ കാറ്റ്. ആ റബ്ബർനോട്ടം മുഴുവനും ആകെ പൊഴഞ്ഞു വീണത് എനിക്ക് ഓർമ്മല്ലേ? മറ്റേ അന്നൊക്കെ കുട്ടിയാണ്. അപ്പൊ അങ്ങനെ സൈക്കിളോട്ടി ഇറക്കണ പ്രായണേ. അന്ന് റബ്ബർ നോട്ടം ഫുള്ളാണ് ചെരിഞ്ഞു. ആ സൈഡിക്ക് ചെരിഞ്ഞൊക്കെയല്ല, ഒന്നായിട്ടാണ് പോയേക്കാം. ഫുള്ള് പോയി. ആ കുന്നുമറ ഒന്നായിട്ട് നാശനഷ്ടങ്ങൾ ഒരുപാട് ഞങ്ങൾ നേരിട്ടിരിക്കണം കേട്ടോ. പ്രളയമായിട്ടും മറ്റേ വെള്ളപ്പൊക്കമായിട്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കുറെ വന്നില്ലേ? മുമ്പത്തെ ഏതെങ്കിലും ഓർമ്മകൾ ഉണ്ടോ അതൊക്കെ? വെള്ളപ്പൊക്കത്തിന്റെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു ഇടക്കിടക്ക്. അത് ഒരു സാരി ഉണ്ടാവുള്ളൂ. അപ്പൊ പേരയും കൂടിയൊക്കെ ഒഴിച്ചു പോണം ചിലവര്. അങ്ങനെ ഒറ്റ വരുള്ളൂ. അതിൽ പേരയും കൂടിയൊക്കെ ഫുള്ള് പോകും. വരുമ്പോൾ വെള്ളപ്പൊക്കം ഇടക്കും തലക്കും മാത്രമേ വരുള്ളൂ. പക്ഷെ വരുമ്പോൾ വെള്ളപ്പൊക്കം എങ്ങനെയാ വെച്ചാല് മൊത്തം നമ്മൾ വീടൊക്കെ ആയിട്ട് എടുത്ത് പോകും. പിന്നെ നമ്മൾ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് രണ്ടാമത്തെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് വരും. പോയിന്റ് ചെറായി പോയാ നമ്മളെ വെള്ളം പൊങ്ങിയ ടൈമിൽ പൊട്ടിക്കുണ്ടല്ലോ റബ്ബർക്ക് ഫുള്ള്. അതായത് നമ്മളെ റബ്ബറിന്റെ ഐറ്റിൽ ഇനി വെള്ളം 4 കൊല്ലം കറക്റ്റ് 4 കൊല്ലം റബ്ബറിന്റെ ഐറ്റിൽ വെള്ളം വന്നിട്ട് ഞങ്ങളെ തോട്ടം തപ്പാൻ പോയപ്പോ തോട്ടം കാണാനല്ല. കാര്യം ഞങ്ങള് തോട്ടം ഇവിടെ നോക്കാൻ പോയേ, അതിന്റെ റബ്ബറിന്റെ തലപ്പം കാണണേ. അതിന് എന്താ വിട്ടിന് നോക്ക. അപ്പൊ നോക്കുമ്പോ പൊട്ടിയത്തെ റബ്ബറിന്റെ മേലേക്ക് വെള്ളം പോയിക്കണേ. ആ കഴിഞ്ഞ വരവിന് 4 കൊല്ലം മുന്നേ. എന്നിട്ട് ഇപ്പൊ തലമ്മ കൈ വെച്ചിന്ന് തോട്ടം കാണാലോ. ആർക്കാ എന്താ കാട്ടുക? ഇപ്പാന്റെ പേരിലുള്ള തോട്ടം കാണാല്ല. അങ്ങനത്തെ കോലത്തേക്ക് പോയിനി. അപ്പൊ ആ ഒരു അവസ്ഥക്ക് നമ്മൾ എത്തിയിട്ടില്ലല്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥക്ക് നമ്മൾ പോവാതിരിക്കട്ടെ. എല്ലാരും പെരിയാച്ചറായിക്കൂടെ പേരൊക്കെ വെള്ളം ഫുള്ള് നിൽക്കും. വറകും ഫുള്ള് ഒലിച്ചു പോയി. പശു ഒലിച്ചു പോയി. പശു മാത്രല്ല, വറകിന്റെ പേര നാരായണേട്ടന്റെ പശുക്കളെ പോയിന്റ് അവിടെ കെട്ടിയിട്ട് 2 പശുവും പോയി. ആർക്കാ കിട്ടിയെന്നോ? എങ്ങനെ കിട്ടണ്? പശുവിനെ പൂവല്ലേ പശു? പശുവോ? പശുത്തെ മീനല്ലേ? എങ്ങോട്ട് നീന്തണേ? കൊങ്ങൻ വെള്ളം കൊത്തി വരുമ്പോ ഇങ്ങോട്ട് വരും. ആന വന്നില്ലേ വെള്ളത്തില്? പിന്നെ ആന വന്നിട്ട് നമ്മളവിടെ ആനകൾ വന്നിട്ടുണ്ടല്ലോ വെള്ളത്തില്. ആന തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ വെള്ളം എടുത്ത് വിടുന്നുണ്ട് മേലൊക്കെ ആക്കാന്. പക്ഷെ പുറത്തേക്ക് എത്താൻ പറ്റണ്ടേ? തെരണ്ടി മുതലേക്ക് വന്നിട്ടില്ലേ ഇനി അന്ന്? മറ്റേതുണ്ടേ നീർനായി ഉണ്ടേനി ഇവിടെ. നീർനായി മുതലൊക്കെ ഈ വലുപ്പത്തിൽ പോയി. ചെറായി പോയില് ഇല്ല. ഒത്തില്ല. അപ്പൊ നമുക്ക് എന്താണ് സ്പെഷ്യൽ ഫുഡ്? ഫുഡും ഇല്ല, ചപ്പാത്തി ഉണ്ട്, അതിക്കൊരു കറി ഉണ്ട്. അതിനുള്ളൂ. നമ്മള് രാവിലെ ഇപ്പൊ നമ്മൾ ഈ മഴക്കാലത്ത് നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ ആഴ്ചമത? നമ്മൾ അടിച്ചൊരിട്ട് കാര്യമില്ല. ഇപ്പൊ രാവിലെ ഇപ്പൊ ഞാൻ നീച്ചത്, നിങ്ങളിവിടെ അടിച്ചു വരുന്ന സൗണ്ട് ഇട്ടാണ് ഞാൻ നീച്ചത്. ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോ ഫുള്ള് ഇങ്ങനെ തന്നെ. അപ്പൊ ഞാൻ പറയണ നിങ്ങൾ അടിച്ചു വരണം ഇവിടെ. എന്തിനടിച്ച ഈ മഴക്കാലത്ത് അടിച്ചു തരേണ്ട ആവശ്യമില്ല. ആൾക്കാർ ഈ മഴക്കാലത്ത് ഇവിടെ വരും. ഈ മഴക്കാലത്ത് എന്താണ് ഈ ടീഷർട്ടിനെ കുറിച്ച് ആഴ്ചമത്തൊക്കെ എന്താ പറയുള്ളത്?
ബാക്ക് പന്തളിയാണേ. ഇതെന്താ കാജി മാറ്റി ഇത് കണ്ടിട്ട് തോന്നണേ? ഇത് കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നണേ? പന്തളിക്കാരമാരി കാർട്ടൂണിന്റെ മാരിയൊക്കെ തോന്നി. മനസ്സിലായിട്ടില്ല, അത് ചുളിഞ്ഞിക്കണേ. കാർട്ടൂണും ശരിക്കും നോക്ക്, കാർട്ടൂണിന്റെ മാരി ഇത് തോന്നുന്നു. എല്ലാരും രാവിലെ ചെയ്യുന്ന കാര്യം. രാവിലെ എക്സസൈസ് എല്ലാവരും ചെയ്യല് നീച്ചുടനെ. പിന്നെന്താ മൂസായി കുടിച്ചു അതല്ലേ വേണ്ട പാവാഴ്ച മാത്രം ശരിക്കും മനസ്സിലാക്കി കൊടുക്കട്ടെ. ഇത് ശരിക്കും നോക്കി. രാവിലെ എന്താണ് ഇതെന്താണ്? രാവിലെ എന്താണ്? ബുക്കുണ്ട്, ബുക്കുണ്ട്. പിന്നെ ഇതാ അതെന്താണ് കാല് വെട്ടിക്കുന്നു? കാല് വെട്ടിക്കാട്. ഇത് ഇമ്മലെ ഇരിക്കണേ, ഇരിക്കണേ. ഇതൊരു ചങ്ങായി അയച്ചെന്നാണേ, ഓനെ ഫ്രീ ആയിട്ട് അയച്ചെന്നാണല്ലോ. ഞാൻ പറഞ്ഞു ഫ്രീ ആയിട്ട് ഇങ്ങനത്തെ സാധനമാണ് ഇടേണ്ടി, എവിടേക്കേലും ഇടാൻ പറ്റുമോ? ഒരു പള്ളിക്ക് ഇടാൻ പറ്റുമോ? ഒരു കല്യാണത്തിന് ഇടാൻ പറ്റുമോ? ഇനി പോട്ടെ മരിച്ച വരിക്ക് ഇടാൻ പറ്റുമോ? ആൾക്കാര് പ്രശ്നമാക്കൂലേ? അങ്ങനെ അറിയണില്ലേ? പള്ളിക്കൊന്നും ഇട്ട് പോകാൻ പറ്റൂല. ശ്രദ്ധിച്ചാലേ കിട്ടണുള്ളൂ. ആരാ ഒരു ശ്രദ്ധ അല്ലാതെ തന്നെ കിട്ടും. എന്താണ് അതല്ല രസം, അത്രയോ കാണിച്ചിക്കണേ. മുഖം മറിച്ചിക്ക ഇത്രയും കാണിച്ചു വെക്ക. എന്തിനാ മുഖം മറിച്ചിക്കണെന്ന? മുഖം കൂടിയും കാണിച്ചൂടെ? അതെന്താ ചെയ്യാ? അപ്പൊ സ്പെഷ്യൽ ഒന്നും ഇല്ല നമുക്ക്. ഇല്ല, ഇടി വെട്ടുന്നുണ്ട്. ആരെന്ന് കൊയിച്ചിട്ടെ? പെരിച്ചൈനെ എവിടുന്ന് കിട്ടിയേ? ഞാൻ ഇപ്പറഞ്ഞ നിങ്ങൾക്കൊരു പണിയുണ്ട്. എന്താണ് പൊരിച്ചതിനെ കുഴിച്ചിട്ടുണ്ട്. ആരപ്പൊ കൊന്നതിനെ? കൊല്ലാൻ പറ്റൂല. ഇതിപ്പോ വീഡിയോയിൽ വരും. ഇതിമ്മ കുടുങ്ങിയോ? അതെവിടെയാണ്? ഗ്യാസ് വണ്ടി വരുന്നുണ്ട്. നമുക്കപ്പോൾ ഗ്യാസ് എങ്ങനെയാണ് വാങ്ങുക എന്നുള്ള ഞങ്ങൾ കാണിച്ചു തരട്ടോ. ഞങ്ങളിവിടെ ഗ്യാസ് വാങ്ങൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു ഗ്യാസ് സിലിണ്ടറിന് എത്ര റുപ്യ? 900 റുപ്യ ഒരു ഗ്യാസ് സിലിണ്ടർ. പണ്ട് ഇവലൊക്കെ ഭരിച്ച കോൺഗ്രസ് ഭരണ സമയത്ത് എത്രയായിരുന്നു? അന്ന് ഗ്യാസ് വേണ്ട. അവിടെ ഒരു സിലിണ്ടർ എത്ര കാലം നിൽക്കും? 3 മാസം. 3 മാസം. ഇവിടുത്തതോ? 25. ഇവിടെ അങ്ങനെ തീറ്റപ്പണ്ടാറങ്ങൾ വന്ന് ഇറങ്ങല്ലേ. 4 നേരം ഫുഡ്, 5 നേരം ഫുഡ്, രാത്രി ചായന്റെ ഒപ്പം നൂഡിൽസ്, ഇതൊക്കെ പാടെ ഉണ്ടാക്കിയ പിന്നെ എങ്ങനെയാ ഇവിടെ നിൽക്കുക ഫുഡ്? അല്ല, ഒരു മനുഷ്യന്മാര് തിന്നണ സമയം തന്നെ 3 നേരമാണ്. ഇവിടെ എത്ര? 5-6 നേരം നൂഡിൽസ് ഉണ്ടാക്കി തിന്ന, ഒപ്പം ഉണ്ടാക്കി തിന്ന ശീലൊക്കെ വിട്ടു. ആവശ്യമില്ലല്ലോ, ഇഷ്ടമില്ല ഉണ്ടാക്കി തിന്നാണ്. ജിംഷാനോട് അപ്പൊ ഇജ്ജൊക്കെ വരുന്ന ടൈം എപ്പോഴാണ് പറഞ്ഞത്? നോക്കിയാണ്ടാ പറഞ്ഞതേ. ഇന്ന് നോക്കിയാണ്ട് ഇവനൊക്കെ അല്ലേ തിന്നലേന്ന്. ഇവനൊക്കെ വന്ന് കയറുന്ന ടൈം എപ്പോഴാണ്? സൽമാനാണ് പറഞ്ഞത്. സൽമാൻ ഇന്നലെ രാത്രി എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കിയപ്പോ തിന്നാതെ സൽമാൻ ഏറ്റവും ലാസ്റ്റ് വന്ന് തിന്ന്. അതിന്റെ പ്രശ്നമാണ് പായസമാത്ത പറയണത്. അപ്പം നമുക്ക് ഇവിടുത്തെ അവസ്ഥകൾ കാണിച്ചു കേട്ടോ. ഫുള്ള് വെള്ളം നനഞ്ഞ് കിടക്കട്ടോ മഴ പെയ്തോണ്ട്. കുറച്ച് ചെടികളൊക്കെ പിടുത്തം വിട്ടു, കുറച്ച് ചെടികൾക്കൊക്കെ പിടുത്തം കിട്ടി. അങ്ങനത്തെ ഒരു മഴയാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചില ചെടികളൊക്കെ വളരുന്നുണ്ട്, ചില ചെടികൾ തളരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ചെടികൾക്ക് നല്ല മഴ പറ്റും, ചില ചെടികൾക്ക് നല്ല മഴ പറ്റൂല. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. മത് ഇതിലാറെ വലുതാവോ?
ഇതെന്താ നിങ്ങൾ കാട് ഹോൾസെയിലിനെടുത്ത് വളർത്തുക? ഗ്യാസ് വണ്ടി ഏയ് 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 അപ്പൊ ഇനി ഗ്യാസ് കിട്ടൂലേ? ഞാൻ നനഞ്ഞാലും മൈക്ക നനയരുത്. ഇനി എന്താട്ടെ ഗ്യാസിന്? എത്ര റുപ്യൊക്കെ ഗ്യാസ് വാങ്ങണേ നമ്മള്? ഒറ്റ ഗ്യാസ് വാങ്ങണേ. അപ്പൊ നമുക്ക് ഇനി ഞാൻ വൈകാണ്ട് ബ്ലോഗ്സ് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. കുറച്ച് ഈ മഴയും അതിന്റെ തിരക്കും അപ്പവാന്റെ കുട്ടീനെ കല്യാണമൊക്കെ ഒക്കെ കൂടി വന്നപ്പോൾ കുറെ ഗിഫ്റ്റ് വന്നിക്കണല്ലേ. അപ്പൊ ഗിഫ്റ്റ് ഓപ്പണിങ്ങും അൺബോക്സിംഗ് ബ്ലോഗ് ഒക്കെ ഉണ്ട്. ഇതാണ് ബാസ്മോക്കാന്റെ പൾസർ കേട്ടോ. ബാസ്മോക്ക നമ്മളെ വണ്ടി എടുത്തിട്ട് എത്ര വർഷമായി? 2012 ഈ വണ്ടി എടുക്കുമ്പോൾ പുതിയതായിരുന്നു. മറ്റേ 1990s പറഞ്ഞ പോലെ പുത്തനായിരുന്നു. അപ്പം ഇപ്പോഴും ഞാൻ ബാസ്മോക്കാനെ എനിക്ക് ഇഷ്ടം എന്താ പറയുക, വണ്ടി കൊണ്ടിറക്കുക. കാരണം ആൺകുട്ടികളാകുമ്പോൾ കീപ്പ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ് അവനവൻ്റെ വണ്ടി. അതിനി പെൺകുട്ടികളാണെങ്കിലും സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കേക്ക് വൃത്തിയാക്കി കൊണ്ടുനടക്കുക എന്നുള്ളത് ഒരു മിനിമം ക്വാളിറ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളവരാണ് അവനവൻ്റെ വണ്ടികൾ വൃത്തിയോടെ കേക്ക് സൂക്ഷിക്കുന്നത്. അതിൽ ഇത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ പറയണം. കാരണം 2012 മോഡൽ ഇത്രയും ഗ്ലേസിംഗ് ഉള്ള, ഇത് സെറാമിക്കോ പോളിഷോ ഒന്നും ചെയ്യാത്ത വണ്ടി, ഇത്രയും ഗ്ലേസിംഗ് ഉള്ള സ്ക്രാച്ച് ഒന്നും വരാത്തൊരു നല്ല പൾസറുകൾ വേറെ കാണിച്ചു തന്നാൽ എന്ത് കൊടുക്കും? ബാസ്മോക്ക് ഒരു 10,000 റുപ്യാണ് കൊടുക്കും. ഞാൻ കൊടുക്കണം. ഇവിടുന്ന് കാണിച്ചു കൊടുത്ത വണ്ടിന്റെ ഈ ആംഗിൾ ഒന്ന് കാണിച്ചു കൊടുത്താ, ആ ഫോൺ നമ്പറും കാണിച്ചു കൊടുത്താ പക്ക. കുറച്ച് ക്ലോസ് ആക്കി വെച്ചെടുത്തോക്ക്, ക്ലോസ് ആക്കി എടുത്തേക്ക്. വൺ ഗ്ലേസിങ് കേട്ടോ വണ്ടി, ഒന്നും പറയാല്ല. ഒരു സ്ക്രാച്ച് പോലും ഇല്ലാതെ മാഷാ അല്ലാ. ഇനിയിപ്പോൾ എല്ലാവരും ബ്ലോഗ് ഉണ്ട് കണ്ണിച്ചാണ്ട് ഏതെങ്കിലും ചാലിലുണ്ടാവും. ടയർ ഇങ്ങനെ ബാക്ക് പ്രാർത്ഥിച്ചിട്ട് കണ്ണിട്ടാതൊക്കെ പ്രാർത്ഥിച്ച് പോയിക്കോളി. അപ്പം ഇനി നമ്മളെ വ്ളോഗിൻ്റെ ഒപ്പം നമ്മളെ പെങ്ങളെ കല്യാണത്തിന് ഒരു ചെറിയ ബൈറ്റിന് കിട്ടി. ഇനി ചെറിയ ബൈറ്റ് കുട്ടികളെ കൂടെ അവിടുത്തെ കുട്ടികളെ എടുത്ത വീഡിയോ, നല്ല രസകരമായിട്ടുള്ള വീഡിയോ ആണ്. അതെന്തായാലും മിസ്സാക്കരുത്. ഇതിൻ്റെ ബാക്കിൽ ഞാൻ കെട്ടിക്കൂട്ടിയത് വ്ളോഗാക്കി വിടുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ മൊത്തം ഈ കാര്യത്തിലല്ല. സ്നേഹമതിയാണ് ബാസ്മോങ്കാക്ക, സ്നേഹനിധിയാണ് ബാസ്മോങ്ക, കരുണാനിധിയാണ്. കരുണ കൊണ്ട് ബാസ്മോങ്കാക്കന്റെ ചാനലുണ്ട്, ബാസിൽ ഖാൻ അടുക്കത്ത് പറഞ്ഞ ബാസിൽ ഖാൻ സ്റ്റോറീസ്. ബാസിൽ ഖാൻ സ്റ്റോറീസ് എല്ലാവരും ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതൊരു വൻ വിജയമാക്കി മാറ്റുക. അതിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. ഒരു പാവപ്പെട്ട ചാനലാണ്, ഒരു വളർന്നു വരുന്ന യൂട്യൂബറിന്റെ ചെറിയ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും അതൊന്ന് പുഷ്ടിപ്പെടുത്തുന്ന രീതിയിലേക്ക് ആക്കി കൊടുത്തുകൊണ്ട് അതിന് വളർട്ട് കൊടുക്കുക. ആ ചാനലിൽ അത് വളർന്ന് പന്തലിക്കണം. അങ്ങനെ പണിക്കുവാൻ പറ്റാതാവണം. വ്ളോഗ്സ് ചെയ്ത് പിന്നെ വ്ളോഗ്സ് ആണ്. അപ്പോൾ ബാസ്മോഖാനും കൂടെ ഇനി വെറൈറ്റി വ്ളോഗ്സ് വരും. അപ്പോൾ ഈ കുട്ടികളത് എന്തായാലും കണ്ടോളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കുറച്ചായി എല്ലാവരോടും സംസാരിച്ചിട്ടും എല്ലാവരും കമൻറ്റും ലൈക്ക് ഇട്ടിട്ടൊക്കെ കുറച്ചായി. ഗൂഗിൾ പേ ഞാൻ നമ്പർ 9633109100. ബാസ്മോഖാക്ക് ഒന്നും എഡിറ്റാവില്ല കേട്ടോ അതില്. അപ്പം എല്ലാവരും ബ്ലോഗ് കണ്ട് ഇഷ്ടപ്പെടുന്ന ചാനൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ കാലത്തിന് ഇഷ്ട ബ്ലോഗാണ്, നല്ല കോമഡി ആഴ്ച മാത്രം ഉസാറാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ട നല്ല ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഗൈസ്. അടുത്ത വീഡിയോ കൂടി കണ്ടിട്ട് പോവാം. ബൈ ബൈ. കളത്തി ടീച്ചർ അതാ സ്കൂളിൽ പോവാതെ പനി അഭിനയിച്ചുകൊണ്ട് ബുധനാഴ്ച 4:00 ബുധനാഴ്ച 4:00 ശേഷം പല്ല് കമ്പി കെട്ടാൻ മലപ്പുറത്ത് പോയി സുബൈക്ക്. അവിടെ 6 മണിക്ക് ക്ലിനിക്ക് തുറക്കും. അത് പോയി ഞങ്ങൾ മടങ്ങി വന്നതാ. ഉച്ചക്ക് ശേഷം പോകും. ഈ വിരലടാ
അതുകൊണ്ടാണ്, അല്ലാതെ മഴ പെയ്താണ്ട് മടി പിടിച്ചാണ്ട് ഇവിടെ ഇരിക്കണമെന്നല്ല. കാരണം മാതൃക ടീച്ചറാണ് എൻ്റെ അമ്മച്ചി. അപ്പം തലവേദനയും പനിയൊന്നും അമ്മച്ചിക്കില്ല. അപ്പം എല്ലാവരും അടുത്ത വീഡിയോ കൂടി കണ്ട് എൻജോയ് ചെയ്യാം. ബൈ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ പെങ്ങളെ കല്യാണത്തിന് ഒരുപാട് ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ട്. ഇത് കട്ടുപ്പാറ നിവാസികളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് മൊത്തം. എന്താണ് വർത്താനം? Full support in the marriage, wedding and function. How do you do? Ziyad, very nice. What's your name? Ziyad. Where are you from? Kattupara. So you guys are in the relative of the Yasser? You in the relation with Yasser relationship with Pudiyapla side? Yes. So you guys from Pudiyapla side or Pudiyana side? Pudiyapla side. Yes. Okay. Hanansha side. Hey! So you guys are fully from Pudiyapla side, no from Pudiyana side. So we are from Kutambara, and in the Kutambara and in the Kattupara, there come the relationship. Shibila, the Pudiyani is from Kutambara. Yes. No, it's very lying. They are lying to you. Pudiyani is from Pudiyani is from the Kutambara, and the Pudiyapla is from the Kattupara. So the para ting clang. Para come together. This wedding happened. Okay, so you guys had food? No. Why? You guys are waiting for us? Yes. Okay, so പൊട്ടിച്ചോ? So all of you guys are waiting for Pudiyapla. No, Hanansha, I am not the main event of wedding. The Yasser ka is the main. Pudiyapla. പേരെന്താണ്? ഷിബിൻ. Anis. Ishan. What do you do? What do you do for living? എന്താണ് പണി എനിക്ക്? ഇച്ചൊരു പണിയൊന്നുമില്ല. പണിക്കൊന്നും പോൾ. ചാവി ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലേതാ? So this is valet parking. ചാവി ചോദിച്ചു. എവിടെ പോയാലും വണ്ടീന്റെ ചാവി ചോദിച്ചാ വാലറ്റ് പാർക്കിംഗ് ആണല്ലോ. അങ്ങനെ ചോദിച്ചാ നേരെ കണ്ണൂർക്ക് പെടുന്നാണ് പോകും. എടാ അതെ ഇജ്ജ് ഇങ്ങനെ പിടിച്ചുമ്പോഴേ പൊട്ടിച്ചല്ലട്ടോ അങ്ങോട്ട്. എടാ എന്തേ ഇങ്ങോട്ടോ അങ്ങോട്ടോ വരി. അപ്പൊ എല്ലാരും എന്താണ് എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തും. എല്ലാരും വരി. അപ്പൊ നമ്മളിപ്പോ പരിചയപ്പെടാൻ പോകുന്നത് കട്ടുപ്പാറ സ്വദേശികളാണ്. എല്ലാരും വന്നോട്ടെ. എന്നും കല്യാണത്തിന് ഉണ്ടാവുന്ന രീതികൾ തന്നെയല്ല ഇപ്പൊ എന്നും നടക്കണം. ഉണ്ടായിക്കോട്ടെ. ഞാൻ വേറെ എനിക്ക് കുട്ടികളും മക്കളൊക്കെ ഒന്ന് ഞാൻ കഴിക്കല്ലേ. First we have to get the relationship with the Pudiyapla's family. Then only food. I prefer relationship in front of food. Understand? അതായത് ഫുഡിനെ കാട്ടിലും വലുത് എന്താണ്? നമുക്ക് ബന്ധങ്ങളാണ്. നമുക്ക് റിലേഷൻ. നമുക്ക് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ റിലേഷൻസ് ഉണ്ടാവുള്ളൂ എന്നാണ് കുട്ടികൾ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ബന്ധങ്ങളാണോ വലുത്, ഫുഡാണോ വലുത്? അപ്പൊ ബന്ധങ്ങളല്ല വലുത്. ഞാൻ പോവാ. അപ്പൊ നിങ്ങളെ പേരൊക്കെ എന്തൊക്കെയാണ്? റഹ്മത്തുന്നീസ. അപ്പൊ ഇത്രയും ആണുങ്ങളുടെ ഇടയിൽ ഒറ്റ റഹ്മത്തുന്നീസ ഉള്ളൂ കേട്ടോ. പെണ്ണായിക്കാണ്ട് വേറെ ആരൊക്കെയുള്ള ഇവിടെ? എന്റെ പേരെന്താണ്? ഷിഫിൻ. ഷയാൻ. സഫ്വാൻ. സുജൈൽ. അശ്വിൻ. ഷമീജ്. സഹൽ. തബ്ജീദ്. ഷാൻ. ദുൽഖർ. ആണോ? ദുൽഖറോ? മുന്നേക്ക് നാണിച്ച് നിക്കണേ. എത്ര ക്ലാസ്സിലാ? അല്ല എവിടെ വലിച്ച് കെട്ടിക്കാനുള്ളതല്ലേ പുള്ളി. അതിന് കൊണ്ടട്ടാ ഫുഡ് കഴിച്ചോ? പേരെന്താണ്? അബ്ദുൾ റസാഖ്. പടച്ചോനെ വലിയ പേരും ചെറിയ ബോഡിയാണല്ലോ. ഫുഡ് കഴിക്കണ്ടേ? നന്നടക്കി. അല്ല നിങ്ങളൊക്കെ പാടിന്റെ ബാക്ക് നടന്നു നോക്കിയത് ഞാൻ വല്ല നിങ്ങളെ സ്കൂളിലെ ടീച്ചർ എന്തോ പരിപാടിക്ക് വന്ന പോലെ ഉണ്ടാവും. വിട്ട് നടക്കിട്ടോ. വരി. അല്ലെ എല്ലാരും പോരി. ഒരു പച്ച ഉണ്ടായിക്കോട്ടെ. എല്ലാരും ഒപ്പം പോരി. ബാഫിയ കറക്റ്റ് പിടിച്ചോ.
ഫുഡ് കഴിക്കാം വാ. രണ്ട് ഫുട്ബോൾ പടച്ചോനെ ഈ കല്യാണ വീട്ടിലെ മൊത്തം കുട്ടികളും ഞാനാട്ടോ എൻ്റെ ഒപ്പാണുള്ളത്. പേരെന്താണ്? ഉമേറ മെഹറിൻ. നല്ല പേര്. ഫുഡ് കഴിച്ചോ? കഴിക്കണുള്ളൂ. എന്നാ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ. ചെക്കൻ്റെ വീട്ടുകാർ നിങ്ങൾ ഇരുന്നോളി അങ്ങന്മാരെ. ഇതൊക്കെ എപ്പോൾ പൊട്ടിച്ചാനെ ഇനി കല്യാണത്തിൻ്റെ അടി പൊട്ടിച്ചാതെ? ഫോട്ടോ എപ്പോഴും എടുക്കുക നിങ്ങൾ? ഫോട്ടോ എപ്പോഴും എടുക്കുക? നിങ്ങൾക്ക് ബന്ധ ചോറ വലുത ബന്ധ വെറുതെ പറയണ്ട. ചോറനെ നിങ്ങൾക്ക് വലുതല്ലേ? വരി വാ ബാസ്. ആ ഒരു ലോഡ് ആൾക്കാരാട്ടാ ഫുള്ള്. അനാണ് നിന്റെ പേര്? അത് നല്ല കഥ. സ്റ്റോറീസ് എൻ്റെ വീട്ടുപേര്. എൻ്റെ വീട്ടുപേരെന്താ? ആ ചക്കരപ്പറമ്പിൽ. എൻ്റെ സ്റ്റോറീസ്. നമ്മൾ ഇരിക്കട്ടെ കേട്ടോ. നിങ്ങളൊക്കെ എന്താ കാട്ടണേ? ഇരിക്കണില്ലേ? അലി 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 ഇരുന്നോ. ചെറുക്കന്മാരെല്ലാരും പുതിയാപ്പിളയുടെ സൈഡേക്ക് ഉണ്ടോ? ആയിരിക്കണേ. പുതിയാപ്പിളിന്റെ അടുത്തൊന്നും ആരും ഇല്ലട്ടാ. കുട്ടികൾ ഇവിടെ നോക്കി. ഇത് കാണിച്ചു കൊടുക്ക്. ആവേശം ഫുള്ള്. എങ്ങനെ ഞാൻ തിന്ന ആക്രാന്തം കൊണ്ടേ മറച്ചിട്ട് പ്ലേറ്റുമൊക്കെ ചോറാൻ ഇട്ടു. വായിച്ചിട്ട് ഒന്നിട്ടാ മറച്ചിട്ട് പ്ലേറ്റുമൊക്കെ ചോറാൻ ഇട്ടു. ടീച്ചു ഒന്നും പറയാല്ല. മറച്ചിട്ട് പ്ലേറ്റുമൊക്കെ ചോറിട്ടു. നിങ്ങൾ കഴിക്കണില്ലേ? എവിടെ ഇരിക്കണേ എൻ്റെ കുട്ടികളെല്ലാരും? ഞാനൊരു ടേബിളേ അവിടെ ഒരു 4 ആൾ ഇരുന്നാണ്. അവിടെ 4 ആൾ ബാക്കിയുള്ളവർക്ക് എപ്പോൾ സ്ഥലം ഉണ്ടാക്കി തരാം. ആ ഞാൻ ഇരിക്കാം. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാനിരിക്കട്ടെ. നമുക്കിവിടെ ഫിഷ് ബിരിയാണി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, എന്തോ ബീഫിൻ്റെ എന്തോ ഉണ്ട്, വെള്ളപ്പുണ്ട്, പൊറാട്ട ഉണ്ട്, അച്ചാറുണ്ട്. ആലി അതട്ടോ ആ ടേബിൾ കാണിച്ചെടുത്താൽ ആലിൻ്റെ ടേബിള് ആയിരിക്കണം കേട്ടോ. ആലി കരിമ്പിൽ ആലി എല്ലാവരെയും മാടി വിളിക്കുന്നു. ഇതാ അണ്ടുപടി ഇരിക്കുന്നുണ്ട് എല്ലാവരും. ബൈ ബൈ ടാറ്റാ. ഇനി വരുമ്പോ കാണട്ടോ. എല്ലാരും വെയിറ്റ് ചെയ്യില്ലേ? ബ്ലോഗിൽ കാണട്ടോ. ഓക്കെ തക്കാരത്തിന് കാണട്ടോ. ബൈ ബൈ. പടച്ചോനെ യൂട്യൂബിലിടും. ബൈ ബൈ.